അപ്പോൾ ഇങ്ങനെ ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? എളുപ്പമായിരുന്നോ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റർ എല്ലാവരും ഓക്കെ അല്ലേ? ഇനി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അതിൽ? ഇത് നിങ്ങൾ ഇവിടെ ചെന്ന് നിർത്തരുത് കേട്ടോ. നിങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പോകുമ്പോൾ പിന്നെയും ബാക്കിലത്തെ ചാപ്റ്റർ ഇട്ട് പോരും, നിങ്ങൾ പിന്നെയും മറന്നു പോകും. അപ്പോൾ നിങ്ങളെപ്പോഴും എന്താ പറയുക, ഒരു ചെറിയ നോട്ടൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് രാവിലെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എക്സാമിൻ്റെ അന്ന് രാവിലെ ഒരിക്കലും ഈ പറയുന്ന 10-16 ചാപ്റ്ററൊന്നും ഒരിക്കലും നോക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക. ഒറ്റ പേജിൽ കൊള്ളുന്ന ചെറിയ ചെറിയ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ നോട്ട്, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ നോട്ട്, അപ്പോൾ ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കാം. നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് രാവിലെ നേരെ എടുത്ത് ഒറ്റ പേപ്പർ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എക്സാമിന് ചെറിയ ബിറ്റൊക്കെ ഉണ്ടാക്കില്ല, അത്രയും പോകുന്നതല്ല, അതിനേക്കാളും കുറച്ചും കൂടി വലിയ ഒരു പേപ്പറിൽ ഉണ്ടാക്കാം. ഒരു A4-ൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു നോട്ട്ബുക്കിൽ ഒരു ഷീറ്റിൻ്റെ അത്രയും സൈസിലൊക്കെ ചെറിയ ചെറിയ പോയിൻറ്റ്സുകളൊക്കെ ആക്കിയിട്ട് എന്താ പറയുക, ചാപ്റ്ററിനെ ചുരുക്കി എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാമിൻ്റെ അന്ന് രാവിലെ നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ചെറിയ നോട്ട്സൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും സെക്കൻഡ് ചാപ്റ്ററിൻ്റെയും ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിനെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സോ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കുക. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക, മറന്നു പോരുത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ, അപ്പോൾ നമുക്കിനി 3ാമത്തെ ചാപ്റ്റർ പഠിക്കാം. നിങ്ങൾക്ക് 3ാമത്തെ ചാപ്റ്റർ ഉണ്ടായിരുന്നു എക്സാമിന്? ഓക്കെ, കുഴപ്പമില്ല. അറിയാവുന്നവരും ഒന്നുകൂടി ശ്രദ്ധിച്ചോ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഓടിച്ച് തീർക്കാം. ഭയങ്കര സിമ്പിളാണ് ചാപ്റ്റർ, വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് പഠിക്കാൻ. ഒറ്റ മെത്തേഡേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോക്കസ് ഏരിയയിലും ഇവർ ചുരുക്കിയിട്ടുണ്ട്, വളരെ ചെറിയൊരു ഏരിയ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഓക്കെ, ഈ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്റർ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് എന്തിനാണ് പഠിച്ചിരുന്നത്? അതായത് നമുക്കിങ്ങനെ എന്താ പറയുക, കുറേ ഇക്വേഷൻസ് ഇല്ലേ, നമ്മൾ നമ്പേഴ്സിൻ്റെ സം കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം 1, 2, 3, 4, 5 ഇങ്ങനെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി പണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഈ നാച്ചുറൽ നമ്പേഴ്സ് 1 + 2 + 3 + 4 + 5 എക്സെട്ര അപ് ടു n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ വേണ്ടിയിട്ട് n × n + 1/2. ഇതുപോലെ ഈവൺ നമ്പേഴ്സിന് കാണാൻ വേണ്ടിയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ കുറേ ഇക്വേഷൻസ് ഇവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിയറിറ്റിക്കലി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പ്രാക്ടിക്കലി ഈ തിയറംസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻസൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസൊക്കെ അവർ കണ്ടുപിടിച്ചത് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയും. എല്ലാ ഫോർമുലയും തിയറംസൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചോദിക്കും, ഇപ്പോൾ ഇതുപോലെയൊക്കെ ചോദിക്കും, കണ്ടോ, എന്താ പറയുക, ഇങ്ങനെ 1² + 2² + 3² up to n². ഇതിൻ്റെ സം കാണാനുള്ള ഇക്വേഷനാണ് ഈ തന്നിട്ടുള്ളത്. ഇതിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ ഇത് തന്നെയാണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് നിങ്ങളത് ചോദിക്കുന്നത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിലും. ഓക്കെ, ഇവിടെ ഓരോന്നിനും നാച്ചുറൽ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സമ്മ് ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ചോദിക്കുകയാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സെറ്റ് ഓഫ് 3 സ്റ്റെപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. 3 സ്റ്റെപ്പ് പഠിച്ചാൽ പരിപാടി തീർന്നു. ആദ്യം നമ്മളെന്താ ചെയ്യാറ്, P(1) ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈ ഇക്വേഷനിൽ n-ൻ്റെ സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ P(1) ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് P(k) ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം അങ്ങോട്ട് ചെയ്യും. അതായത് നമ്മൾ n-ന് പകരമൊക്കെ k ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും നമ്മൾ P(k) എന്ന് പറയുന്ന സംഭവം ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യണം, നമ്മളങ്ങനെ വിചാരിക്കുകയാണ് P(k) ട്രൂ ആണെന്ന്. എന്നിട്ട് P(k+1) കാണും. P(k+1) കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ kയുടെ തൊട്ടപ്പുറത്തെ ടേം നമ്മൾ P(k) കണ്ടിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ ടേം നമ്മൾ എന്താ പറയുക, ഈ P(k) വെച്ചിട്ട് ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. ഇത്രേ ഉള്ളൂ, ഈ 3 സ്റ്റെപ്പുള്ളൂ നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പ്രോബ്ലം നോക്കാം ഇതെങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, നിങ്ങളെല്ലാവരും ചെയ്തിട്ടാണെന്ന് വിചാരിക്കുന്നത് ഈ പ്രോബ്ലമൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഓക്കെ, നോക്കിക്കോട്ടോ. ഫസ്റ്റത്തെ പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ
ഫസ്റ്റത്തെ പ്രോബ്ലം ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിലാണോ ഈ ചാപ്റ്ററൊക്കെ എടുക്കുന്നത് മൊത്തം നാച്ചുറൽ നമ്പേഴ്സിലാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കും n ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1, അപ്പോഴും അത് നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, നാച്ചുറൽ നമ്പറിൽ മാത്രമേ ചാപ്റ്റർ കളിക്കുന്നുള്ളൂ. അപ്പോൾ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് പ്രൂവ് ദാറ്റ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു n സ്ക്വയർ ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്ന് പറയുന്ന സംഭവം പ്രൂവ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൽ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാം, ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ പി ഓഫ് എൻ ആക്കിയിട്ട് എഴുതുക. ഇതിന് പകരം പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എഴുതാൻ പാടില്ല, ഇതിൽ ഇങ്ങനെ രണ്ട് കുത്തിടാൻ പാടുള്ളൂ. പി ഓഫ് എൻ സച്ച് ദാറ്റ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെ രണ്ട് കുത്തിട്ടിട്ട് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എക്സെട്ര n സ്ക്വയർ ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറയുക, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ എന്നിന് പകരം 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഫോർ n ഇസ് ഈക്വൽ ടു 1, എന്നിന് 1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ഈ എന്നിന് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ പി ഓഫ് 1 വന്നു. പി ഓഫ് 1 ഇസ് ഈക്വൽ ടു, ഓക്കെ, ഇവിടെ നമ്മൾ ഈ n സ്ക്വയറിന് പോയിട്ട് 1 ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത്. ഫസ്റ്റത്തെ ടേമാണ് പി ഓഫ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ടേം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഫസ്റ്റത്തെ ടേം എടുക്കുക 1 സ്ക്വയർ, ഓക്കെ, അല്ലാണ്ട് ഇവിടെ n സ്ക്വയറിന് 1 ഇട്ട് കൊടുക്കുകയല്ല പറയുക. ഫസ്റ്റത്തെ ടേമാണ് ഏതാണോ അതെടുക്കുക, ഇവിടെ 1 സ്ക്വയർ എടുക്കുക, അത്രേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡ്, ഈ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് എടുക്കുന്ന സൈഡ് ഇവിടെ എന്നിനൊക്കെ 1 ഇട്ട് കൊടുക്കുക, എന്നിനൊക്കെ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 2 പ്ലസ് 1 ബൈ 2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 2 പ്ലസ് 2 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 6 ബൈ 6 ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് 1ൻ്റെ വാല്യൂ 1 സ്ക്വയർ ആണ് കിട്ടിയിരുന്നു, അതായത് 1 തന്നെ. അത് ഈക്വൽ ടു 2 ഇൻറ്റു 3 ബൈ 6, അതായത് 1 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇവിടെ, LHS ഇസ് ഈക്വൽ ടു RHS. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ഓഫ് 1 ഇസ് ഈക്വൽ ടു ട്രൂ. എപ്പോൾ, പി ഓഫ് 1 അല്ല, പി ഓഫ് n ഇസ് ഈക്വൽ ടു ട്രൂ വെൻ n ഇസ് ഈക്വൽ ടു 1. പി ഓഫ് n ട്രൂ ആണ് എപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഇത് വളരെ സിമ്പിളാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എസ്യൂം ചെയ്യാൻ പറഞ്ഞില്ലേ, പി ഓഫ് കെൻ്റെ വാല്യൂ എസ്യൂം ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പാണ് എസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. നമ്മൾ പി ഓഫ് കെൻ്റെ വാല്യൂ എസ്യൂം ചെയ്യാണ് ട്രൂ ആണെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പി ഓഫ് കെ സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ n സ്ക്വയറിന് പകരം നമ്മൾ എന്ത് ചെയ്തു, കെ സ്ക്വയർ എന്നിട്ട് കൊടുത്തു. കണ്ടോ, ഇവിടെ n സ്ക്വയറിന് പകരം നമ്മൾ കെ സ്ക്വയർ എന്നിട്ട് കൊടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്തെ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ എന്നിനൊക്കെ പകരം കെ ഇട്ട് കൊടുത്തു. ഇവിടെ കെ ഇട്ട് കൊടുത്തു, ഇവിടെയും കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, കണ്ടോ, കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 6 എന്ന് കിട്ടി. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എന്ത് ചെയ്തു, ഇത് എസ്യൂം ചെയ്തിരിക്കുകയാണ്. പി ഓഫ് കെ എന്ന് പറയുന്ന സംഭവം ട്രൂ ആണെന്ന് നമ്മൾ എസ്യൂം ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇത് ട്രൂ ആണെന്ന്. നമുക്ക് ഇന്ന് ഇത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, ഷോ ദാറ്റ്. അടുത്തത് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ വാല്യൂ ട്രൂ ആണെന്ന് നമ്മൾ ഷോ ചെയ്യാൻ പോവാണ്. നമുക്കിതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് വെച്ചിട്ട്, ഇത് വെച്ചിട്ട് ഇത് ട്രൂ ആണെന്ന് നമുക്ക് ഷോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മളിവിടെ എസ്യൂം ചെയ്ത് ആദ്യം പി ഓഫ് കെ ട്രൂ ആണെന്ന്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ പി ഓഫ് കെ കഴിഞ്ഞിട്ടുള്ള തൊട്ടപ്പുറത്തെ ടൈം, അതാണ് കെ പ്ലസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, കെ കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടപ്പുറത്തെ ടൈമാണ് കെ പ്ലസ് 1ത്തെ ടൈം, അത് ട്രൂ ആണെന്ന് നമ്മൾ ഷോ ചെയ്യാൻ പോകണം. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യമേ കെ പ്ലസ് 1 എഴുതാൻ പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ ആദ്യമേ എഴുതി വയ്ക്കണം. ഓക്കെ, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. കെ പ്ലസ് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കെ കഴിഞ്ഞിട്ടുള്ള ടൈമല്ലേ, കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ടൈമാണ് കെ പ്ലസ് 1. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കെക്ക് പകരം, അതായത് നമുക്കിവിടെ എടുക്കുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു കെ സ്ക്വയർ എന്നാണ് എടുക്കുന്നത്. ഇത് കെത്തെ ടൈമാണ്. കെ പ്ലസ് 1ത്തെ ടൈം എന്ന് പറയുമ്പോൾ എന്താ വരും, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു കെ സ്ക്വയർ. അടുത്ത ടൈം എന്ന് പറയുമ്പോൾ എന്ത് വരും, പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ, കെ കഴിഞ്ഞിട്ട് വരുന്ന ടൈം. ഇതിങ്ങനെ തന്നെ എഴുതണം, എല്ലാ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. അടുത്ത ടൈം എന്ന് പറയുമ്പോൾ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ പോയിട്ട് ഈ കെ ഉള്ള സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ n ഉള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുക, കെ പ്ലസ് 1 ഇട്ട് കൊടുക്കുക. ഇവിടെ കെ പ്ലസ് 1 ഇട്ട് കൊടുക്കുക, ഇവിടെ കെ പ്ലസ് 1 ഇട്ട് കൊടുക്കുക, ഇവിടെയും കെ പ്ലസ് 1 ഇട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഈ കെ ഉള്ളിടത്ത് കെ പ്ലസ് 1 വന്നു, ഈ കെ ഉള്ളിടത്ത് കെ പ്ലസ് 1 വന്നു. ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. കണ്ടോ, ഈ കെ പ്ലസ് 1 പ്ലസ് 1 അതാണ് അവിടെ എടുക്കുന്നത്. കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 1. കണ്ടോ, ഈ കെ ആണത്,
ഇവിടെ കെയുടെ സ്ഥാനത്ത് k+1 വന്നു, +1. എന്നിട്ട് എന്ത് ചെയ്തു, ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാണ് നമ്മൾ. നോക്കി കേട്ടോ. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ k+1 ആയി. ഈ ബ്രാക്കറ്റ് തുറക്കാണ്, ആദ്യം ഈ ബ്രാക്കറ്റ് തുറക്കുക നിങ്ങൾ. ഓക്കെ, ഈ ബ്രാക്കറ്റും ഈ ബ്രാക്കറ്റും സെപ്പറേറ്റ് ആയിട്ട് തുറക്കുക. ഇത് തുറക്കുമ്പോൾ എന്തായിരിക്കും, ഇവിടെ k+1+1, ഇവിടെ k+2 കിട്ടി. ഇവിടെ 2-ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു ഞാൻ, അപ്പോൾ എനിക്ക് 2k+2+1 കിട്ടി. 2k+2+1 കിട്ടി, അതായത് എനിക്ക് 2k+3 കിട്ടി. ഉണ്ടാവും ഇവിടെ 2k+3 കിട്ടി, ഹോൾ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അപ്പോൾ ഇവിടെ വരെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചെക്ക് ചെയ്യുക നിങ്ങൾ. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ k² വരെ 1² + 2² + 3² + k² വരെയുള്ള വാല്യൂ നമുക്ക് ഇവിടെ അറിയാം. നമുക്കിവിടെ അറിയാം ഇതിൻ്റെ വാല്യൂ എത്രയാണ്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടം വരെ അറിയാം. 1² + 2² + 3² + k². കണ്ടു, ഇവിടെ എഴുതിയിട്ടില്ലേ, 1² + 2² + 3² + k²ൻ്റെ വാല്യൂ ആണ് ഇവിടെ എടുക്കുന്നത്. നമ്മൾ ഇതിന് പകരം ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഈ സാധനം ഇത് കൊണ്ടുപോയിട്ട് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് k × k+1 × 2k+1 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞ ടൈം നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, പിന്നെ എന്താ ഇവിടെ ബാക്കിയുള്ളത് ഒരു k+1 ഹോൾ സ്ക്വയർ ആണ്, അതും അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇവിടം വരെ എഴുതിയാൽ നിങ്ങളെ ഈ പറയുന്ന പ്രോബ്ലം ഒരു വിധേന തീർന്നു കേട്ടോ, ഒരു വിധേന തീർന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് ആൻസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടം വരെ എല്ലാവർക്കും എഴുതാൻ പറ്റും. ഇവിടം വരെ എഴുതാൻ വേറെ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ നിങ്ങൾക്ക് എത്തും, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി നിങ്ങളുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ LHS ആണ്, ഇത് നിങ്ങളുടെ RHS ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്താൽ മതി ഇത് രണ്ടും ഈക്വൽ ആണെന്ന്. നമുക്കിവിടെ അവസാനം നോക്കിയാൽ കാണാം, കണ്ടോ, ഇവിടെ k+1 ഉണ്ട്, ഇവിടെ k+1 ഉണ്ട്, ഇവിടെ 2k² ഉണ്ട്, 2k² ഉണ്ട്, ഇവിടെ 7k ഉണ്ട്, ഇവിടെ 7k ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഡിവൈഡ് ബൈ 6 ഉണ്ട്, ഡിവൈഡ് ബൈ 6 ഉണ്ട്. എങ്ങനെയെങ്കിലും ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ നിങ്ങളുടെ പരിപാടി തീർന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ ആക്കിയിട്ട് രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ആരും മാർക്ക് കുറയ്ക്കൊന്നുമില്ല. ഓക്കെ, ഇതിനെങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് കിട്ടിയില്ലേ, ഈ സൈഡിലത്തെ പോലെ ഈ സൈഡ് ആക്കി വയ്ക്കുക, ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് അവസാനം പറയാം ഇത് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോന്നോരോന്ന് സോൾവ് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. k × k+1 × 2k+1 ഈ 6നെ ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാത്തിൻ്റെ LCM കോമൺ ആക്കി. കാരണം ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ 6 ഉണ്ട്, എനിക്കിവിടെ ഹോൾ ഡിവൈഡ് ബൈ 6 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ ഇതിനെ 6 കൊണ്ട് LCM കണ്ടു, അത് കിട്ടി. ഇവിടെ 6k² വന്നുണ്ട്, 6 × k+1 ഹോൾ സ്ക്വയർ വന്നു. പിന്നെ നോക്കിക്കേ, എനിക്കിവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു k+1 ഉണ്ട്, കണ്ടോ, പുറത്ത് എടുക്കുന്നുണ്ട് ഒരു k+1. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു k+1 പുറത്തെടുക്കുകയാണ്, കണ്ടോ, ഇവിടെ പ്ലസ് ഉണ്ട് എനിക്ക്. സോ ഇവിടെ ഒരു k+1 ഉണ്ട്, ഇവിടെ ഒരു k+1 ഹോൾ സ്ക്വയർ ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ ഈ k+1 പുറത്തേക്ക് എടുത്തു, ഇവിടെ നിന്ന് ഒരു k+1 പുറത്തേക്ക് എടുത്തു, ഇവിടെ നിന്ന് ഒരു k+1 പുറത്തേക്ക് എടുത്തു ഞാൻ. അങ്ങനെ എനിക്ക് k+1 പുറത്ത് കിട്ടി. ഇനി മെയിൻ ബ്രാക്കറ്റിനകത്ത് ആരൊക്കെ ഉണ്ടാവുക, ഈ k ഉണ്ടാവും, 2k+1 ഉണ്ടോ, k ഉണ്ടാവും, 2k+1 ഉണ്ടാവും, ഈ പ്ലസ് ഉണ്ടാവും, പിന്നെ ഈ 6 ഉണ്ടാവും. അതുപോലെ ഇവിടെ k+1 ഹോൾ സ്ക്വയർ അല്ലേ, അവിടെ ഒരു ബാക്കി k+1 കൂടി ഉണ്ടാവും. സ്ക്വയറിൽ നമ്മൾ ഒരെണ്ണല്ലേ പുറത്തെടുത്തിട്ടുള്ളൂ ഇവിടെ, അങ്ങനെ 6k+1 ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ കോമൺ ആയിട്ട് k+1 ഡിവൈഡ് ബൈ 6 കണ്ടോ, ഇവിടെയും k+1 ഡിവൈഡ് ബൈ 6 കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ, k+1 ഡിവൈഡ് ബൈ 6ഉം k+1 ഡിവൈഡ് ബൈ 6ഉം. ഇനി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ടേംസ് ഇത്രയും ടേംസ് ഇതാണെന്ന് ഈക്വൽ ആക്കിയാൽ മതി. ഒന്നില്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എക്സ്പാൻഡ് ചെയ്താൽ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും. അത്രേ ഉള്ളൂ പരിപാടി, വേറെ ഒന്നുമില്ല. ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 2k² k 6k 6 കിട്ടി. ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു ഞാൻ, അപ്പോൾ എനിക്ക് 2k² + 3k + 4k + 6 കിട്ടി. ഇതിനെ ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നുകൂടി എന്താ പറയുക സോൾവ് ചെയ്തപ്പോൾ എനിക്ക് 2k² + 7k + 6 = ഇപ്പുറത്തും സെയിം സാധനം കിട്ടി, കണ്ടോ, 2k² + 7k + 6. അപ്പോൾ എനിക്ക് എന്തായി, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ആയി. ഇത്രേ ഉള്ളൂ, ഇത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യൽ മാത്രമേ ഉള്ളൂ പരിപാടി. അപ്പോൾ എനിക്കിവിടെ LHS = RHS എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഇതും കൂടി എഴുതി വയ്ക്കാം. എന്താണ്, therefore
പി ഓഫ് കെ പ്ലസ് വൺ, നമ്മളിത് ചെയ്തൊക്കെ കെ പ്ലസ് വൺ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇത് ഷോ ദാറ്റ് ഈ കെ പ്ലസ് വൺ നമുക്ക് ഇവിടെ പ്രൂവ് ആയെന്ന് പറയാം. പി ഓഫ് കെ പ്ലസ് വൺ ഈസ് ട്രൂ വെൻ, എപ്പോൾ പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ. നമ്മൾ എന്താ ചെയ്തത്, പി ഓഫ് കെ അസ്യൂം അല്ലേ ചെയ്തേ. പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ മാത്രം പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആയിരിക്കും. എന്നിട്ട് ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ത് പറയാൻ പറ്റും, പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇത്രയുള്ള പരിപാടി. ഇത് കുറച്ച് ഈ ഒരു ഏരിയ സോൾവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, പക്ഷേ എല്ലാ ക്വസ്റ്റിനും ഇങ്ങനെയല്ല, ചിലതൊക്കെ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ കിട്ടും. എങ്ങനെയെങ്കിലും ലാസ്റ്റ് ഈ രണ്ട് ആൻസറും ഈക്വൽ ആക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് മാത്രം മനസ്സിലാക്കുക. LHS ഈസ് ഈക്വൽ ടു RHS. അതെങ്ങനെയെങ്കിലുമൊക്കെ ആക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ അപ്പുറം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു വട്ടം ചെയ്ത് നോക്കുക ഈ പ്രോബ്ലംസൊക്കെ. ഓക്കെ, ഈ മെത്തേഡ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറയണം മാഷേ. ഞാൻ പറയാം, ഞാൻ വേറെ പ്രോബ്ലം ചെയ്തുതരാം. ഓക്കെ, ഇത് നിങ്ങളിപ്പോൾ എഴുതിയെടുക്കണ്ട കേട്ടോ, നിങ്ങൾ റഫായിട്ട് എഴുതിയെടുത്താൽ മതി. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് വെച്ചിട്ട് റെഫർ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ഇത് നിങ്ങൾ ചെയ്ത് നോക്ക്. ഒരു പേപ്പർ എടുത്തിട്ട് ഈ ഫോക്കസ് ഏരിയയിൽ ഇത്ര ഉള്ളടാ, ഈ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫോക്കസ് ഏരിയ അല്ലാണ്ട് ഒരു ഏരിയ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒക്കെ വെച്ചിട്ട്. ആ ഏരിയ ഒരു സ്കിപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈക്വൽ ടു മാത്രമേ ചോദിക്കുള്ളൂ, ഇക്വേഷൻ ആയത് മാത്രമേ ചോദിക്കുള്ളൂ, അല്ലാണ്ട് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒന്നും ചോദിക്കില്ല ഇതിൻ്റെ അകത്ത്. അത് സ്കിപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലുള്ള പ്രോബ്ലംസ് മാത്രമേ ചോദിക്കുള്ളൂ, ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും ചോദിക്കില്ല, ഉറപ്പ്. ഓക്കെ, സോ നിങ്ങൾ ഈ പ്രോബ്ലം തന്നെ മര്യാദയ്ക്ക് ഒറ്റ വട്ടം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തീരും. ഇത്രയല്ലേ ഉള്ളൂ പ്രോബ്ലംസ്. നോക്കിക്കേ, ഇത് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. ഈ പ്രോബ്ലം ട്രൈ ചെയ്ത് നോക്കിയേ, സംശയം ചോദിക്കും. ഫസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1 + 3 + 3² എന്താ ഓക്കെ. ഓക്കെ, 1 + 3 + 3² + 3n-1 is equal to 3n-1 divided by 2 for all natural numbers. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ, ഒന്നുമില്ല, ലെറ്റ് പി ഓഫ് എൻ. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ n ആക്കിയിട്ട് എടുത്ത് എഴുതുക. പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം ഇവിടം വരെ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതോടുകൂടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ n-ന് 1 കൊടുക്കുക. വെൻ n is equal to 1, ഈ n-ന് 1 കൊടുത്തു. നമ്മൾ n-ന് 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടൈം എഴുതി. ഇനി ഇതൊന്നും നോക്കണ്ട. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഈ n-ന് പകരമൊക്കെ 1 കൊടുക്കുക. 3^1 - 1 ഡിവൈഡഡ് ബൈ 2, അതായത് 3 - 1 2/2. ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടി, 2/2 കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, 2/2. ഇവിടെ നമുക്ക് ഓൾറെഡി 1 ഈക്വൽ ആണ്, ഇപ്പുറത്ത് നമുക്ക് 1 ഈക്വൽ ആണ്. സോ നമുക്ക് 1 is equal to 1 എന്ത് കിട്ടി, ഇവിടെ LHS is equal to RHS എന്ന് കിട്ടി. അതായത് എന്താ, P of 1 ട്രൂ ആണെന്ന് കിട്ടി. അതായത് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വൽ ആണ്, അതായത് അത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 ഇട്ടെടുത്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് P of 1 ഈസ് ട്രൂ എന്ന് വേണ്ടി കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ പോലെ എസ്യൂം ചെയ്യാണ്. എസ്യൂം ദാറ്റ് എന്ത്, P of k ട്രൂ ആണെന്ന് നമ്മൾ എസ്യൂം ചെയ്തു. ഇതേപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്തു, ഈ n-ന് പകരമൊക്കെ k ഇട്ട് കൊടുക്കുക. ഈ ക്വസ്റ്റ്യനിൽ നോക്കി n-ന് പകരമൊക്കെ k ഇട്ട് കൊടുക്കുക. ഇവിടെ 1 + 3 + etc. up to 3 കണ്ടോ, 3k-1 അല്ലേ, കണ്ടോ, 3k-1. അതുപോലെ ഇവിടെ എന്ത് വരും, 3k-1 ഡിവൈഡഡ് ബൈ 2. കണ്ടോ, 3k-1 ഡിവൈഡ് ബൈ 2. എന്നുള്ളിടത്തൊക്കെ k ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു, ഒന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇത് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വിധേന മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താ വേണ്ടത്, ഷോ ദാറ്റ് P of k ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. P of k + 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ P of kക്ക് പകരം ഇവിടെ k + 1 എടുത്ത് എഴുതി.
വീണ്ടും ഈ സ്റ്റെപ്പ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി ഇവിടം വരെ. ഓക്കെ, 1 + 3 + 3² ഇവിടം വരെ വീണ്ടും എടുത്ത് എഴുതുക. 3⁻k−1 എഴുതി പ്ലസ് k+1 എന്ന് വെച്ചാൽ k കഴിഞ്ഞിട്ട് വരുന്ന ടൈം. അതായത് എന്ത് ചെയ്യുക, ഈ k ഉള്ളിടത്ത് k+1 ഇട്ട് കൊടുക്കുക. ഇവിടം വരെ കഴിഞ്ഞിട്ട് അടുത്ത ടൈമാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. k ഉള്ളിടത്ത് k+1 ഇട്ട് എഴുതി. അപ്പോൾ k+1 -1 കണ്ടോ, 3⁻k+1 -1 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ഇവിടെ k ഉള്ളിടത്ത് k+1 ഇട്ട് കൊടുക്കുക. കണ്ടോ, 3⁻k+1 -1 ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ എഴുതിയപ്പോൾ തന്നെ നിങ്ങളുടെ ഒരുവിധേന പരിപാടി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല ഇതിൻ്റെ അകത്ത്. ഇനി ഇത് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യലാണ്. സോ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പാണ് നോക്കി, ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടം വരെയുള്ള വാല്യൂ ഈ 1 + 3 + 3² + etc. അപ് ടു 3⁻k−1 എന്ന് പറഞ്ഞ വാല്യൂ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 3⁻k−1 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂവിനെ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇതിന് പകരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂ കണ്ടോ, ഈ വാല്യൂ തന്നെയാണ് ഈ വാല്യൂ. ഇത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതി 3⁻k−1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എന്താണ് ഇവിടെ കിട്ടിയിട്ടുള്ള ബാക്കി ടൈം ഈ പ്ലസ് കഴിഞ്ഞിട്ടുള്ളത് 3k+1 -1 എഴുതി. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, 3⁻k+1 -1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുവിധേന പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് എങ്ങനെയെങ്കിലും ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇത് ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്കൊരു 2 വരുത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മേലെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3⁻k−1 പ്ലസ് 2 × 3. അതായത് ഇതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഡയറക്റ്റ്ലി, കാരണം ഇത് 3⁻k+1 -1 ആണ്. അപ്പോൾ ഇങ്ങനെ 6 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ പവറൊക്കെ സെയിം ആയാലും അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ തന്നെ എടുത്ത് എഴുതി 2 × 3⁻k ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ആ ഭാഗം ഒന്നുകൂടി പറഞ്ഞുതരോ മേലത്തെ? എവിടെയാടാ? അത് പ്ലസ് ഇവിടെയാണോ? 3k+1 ഇവിടെ പക്ഷെ ഒന്നുകൂടെ പറ, മൊത്തം ഫസ്റ്റ് പറഞ്ഞ ഒന്നുകൂടെ എനിക്ക് ക്ലിയർ ആയില്ല മോനെ. എന്തോ പോലെ മനസ്സിലാവില്ല. ഒന്നും മനസ്സിലാവില്ല എനിക്ക്. നീ ആദ്യമായിട്ട് നോക്കുകയാണ് ചാപ്റ്റർ. നീ ഇതിൽ ഒറ്റ പ്രോബ്ലം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് സ്വയം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇട്ട് നോക്കൂ കേട്ടോ. നമുക്ക് P(n) തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഞാൻ ഡയറക്റ്റ് എന്ത് എഴുതി, P(n) എന്ന് പറഞ്ഞിട്ട് എഴുതി. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാൻ പോകാം. P(n) എന്ന് വെച്ചാൽ എന്താ, 1 + 3 + 3² + etc. അപ് ടു 3⁻n−1. ഓക്കെ, ഇസ് ഈക്വൽ ടു 3⁻n−1 ഡിവൈഡഡ് ബൈ 2. ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഒരു മിനിറ്റ്, ഒരു സാധനം കിട്ടാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ n-ന് 1 കൊടുക്കുക. അതായത് ലെറ്റ് n = 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, P(1) കിട്ടും. P(1) ഞാൻ ഈ കളർ യൂസ് ചെയ്യുന്നതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോഴാണ് സ്ക്രീൻ ബ്ലിങ്ക് ആവുന്നത്. ഈ റെയിൻബോ കളർ യൂസ് ചെയ്യുമ്പോൾ സ്ക്രീൻ ബ്ലിങ്ക് ആവുന്നില്ല. ഓക്കെ, റെഡും പറ്റുന്നില്ലടാ. ആകെ റെയിൻബോ മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ ഈ OneNote. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പണ്ടത്തെ ബ്ലാക്ക് സ്ക്രീനുള്ള ഒരു ആപ്ലിക്കേഷൻ ഇല്ലേ, അത് യൂസ് ചെയ്യേണ്ടി വരും. അതിലാണെങ്കിൽ ഇങ്ങനെ PDF ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, അത് വായിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. അത് മതി, കളറായില്ലേ. വേറെ പെണ്ണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ n-ന് 1 കൊടുക്കുക. അതായത് ഫസ്റ്റത്തെ ടൈം എടുത്ത് എഴുതാം ഇവിടെ നിന്ന്, അതായത് 1. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇനി എന്താ ചെയ്യുക, ഇപ്പുറത്ത് പോയിട്ട് n-ന് 1 കൊടുക്കുക. അതായത് 3⁻1 -1 ഡിവൈഡഡ് ബൈ 2. അതായത് 1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 3 - 1 ഡിവൈഡഡ് ബൈ 2. അതായത് 1 ഇസ് ഈക്വൽ ടു 2/2. അതായത് എന്ത് കിട്ടി, 1 ഇസ് ഈക്വൽ ടു 1 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, P(1) കൊടുത്തപ്പോൾ നമുക്ക് LHS-ഉം RHS-ഉം ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, therefore P(1) is
പി ഓഫ് എൻ ഈസ് ട്രൂ വെൻ n ഈസ് ഈക്വൽ ടു 1. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ പി ഓഫ് എൻ ഇത് n ആണ് കേട്ടോ. പി ഓഫ് എൻ ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, നമ്മൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എസ്യൂം ചെയ്യാം. എസ്യൂം ദാറ്റ് എന്താ പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് എസ്യൂം ചെയ്യാം. ഫസ്റ്റ് പി ഓഫ് എൻ എടുത്ത് എഴുതി, പി ഓഫ് 1 എഴുതി, അടുത്തത് എസ്യൂം ചെയ്തു പി ഓഫ് കെ ട്രൂ ആണ്. എന്നിട്ട് എന്താ ചെയ്തേ, നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ എന്നിന് പകരം ഒക്കെ കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ കെ ഇട്ട് കൊടുക്കുക, ഇവിടെ കെ ഇട്ട് കൊടുക്കുക, പി ഓഫ് കെ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, എന്നിന് പകരം പി ഓഫ് കെ എന്ന് എഴുതി. വീണ്ടും ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ 1 + 3 + 3² + എക്സെട്ര അപ് ടു 3 റേസ് ടു എന്നിന് പകരം ഞാൻ കെ ഇട്ട് കൊടുത്തു. -1 ഇസ് ഈക്വൽ ടു 3 റേസ് ടു കെ -1 ഡിവൈഡഡ് ബൈ 2. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിന് പകരം കെ എടുത്ത് എഴുതി. ഇപ്പോൾ പി ഓഫ് കെയുടെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് എന്താ നമുക്ക് ചെയ്യേണ്ടത്, ഷോ ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്താണ് പി ഓഫ് കെ +1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക, പി ഓഫ് കെ +1 അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, പി ഓഫ് കെ +1 എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പി ഓഫ് കെ +1 എഴുതാന്ന് വെച്ചാൽ കെ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ടേമാണ് കെ +1. ഓക്കെ, കെ വരെയുള്ളത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾക്ക് കെ കഴിഞ്ഞിട്ട് വരുന്ന ടേമാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം കെ വരെയുള്ള എടുത്ത് എഴുതാം. അതായത് 1 + 3 + 3² + എക്സെട്ര അപ് ടു 3 റേസ് ടു കെ -1. ഇപ്പോൾ നോക്കിയേ, ഇവിടെ വരെ എഴുതി, നമ്മൾ കെ വരെ എഴുതി, കെ +1 വരെ എഴുതണം നമുക്ക്. അതായത് പ്ലസ് ഒരു ടേം കൂടിയുണ്ട്, അതായത് ഈ കെ കഴിഞ്ഞിട്ട് വരുന്ന ടേം, അതായത് 3 റേസ് ടു കെ +1 +1 കേട്ടോ. അതായത് ഈ കെ ഉള്ളിടത്ത് കെ +1 എടുത്ത് എഴുതാം കണ്ടോ. അതാണ് ഇവിടെ ചെയ്തത്. ഈ കെ ഉള്ള സ്ഥലത്ത് കെ +1 എടുത്ത് എഴുതി. ഇവിടെ +1 അല്ലല്ലോ, -1 അല്ലേ. ഇവിടെ -1 എഴുതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ സൈഡ് തീർന്നു. ഇസ് ഈക്വൽ ടു എന്താ എഴുതണ്ടേ, ഈ സൈഡ് നോക്കാം. ഓക്കെ, ഈ സൈഡ് നോക്കാം. ഇവിടെ എന്താ ചെയ്യണ്ടേ, ഇവിടെ n ഉള്ളിടത്തൊക്കെ കെ +1 ഇട്ട് കൊടുക്കുക. ഇസ് ഈക്വൽ ടു 3 റേസ് ടു എന്ത് ചെയ്യണം, കെ +1 -1 ഉണ്ടോ. ഇവിടെ n ഉള്ളിടത്ത് ഞാൻ കെ +1 കൊടുത്തു. 3 റേസ് ടു കെ +1 -1 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ 2. ഇവിടെ വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ അല്ല? ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇനിയൊന്നുമില്ല. ഇവിടെ വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധ തന്നെ പരിപാടി കഴിഞ്ഞു വിചാരിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും പ്രൂവ് ആക്കണം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് പി ഓഫ് കെ +1 വീണ്ടും എടുത്ത് എഴുതാം. എന്ത് ചെയ്യുക, ഇവിടെ നോക്കിയാൽ നമുക്ക് വെറുതെ കുറേ ടേംസ് എടുക്കുന്നില്ലേ, 1 + 3 + 3² + 3 റേസ് ടു കെ -1. ഇത് നമുക്ക് എപ്പോഴും എഴുതാൻ പാടാണ്, അതുപോലെ പ്രൂവ് ചെയ്യാനും പാടാണ്. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഇത് എഴുതിക്കൂടെ? എഴുതാൻ പറ്റില്ലേ? ആലോചിച്ച് നോക്കിയേ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഉറപ്പല്ലേ? ആർക്കും സംശയമില്ലല്ലോ ഇതെങ്ങനെ വന്നതെന്ന്? മനസ്സിലായില്ലേ? ഹലോ, ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 1 + 3 + 3² + എക്സെട്ര അപ് ടു 3 റേസ് ടു കെ -1 പകരം, അത് ഓൾറെഡി ഇവിടെ എടുക്കുന്നതാണ് കണ്ടോ. ഇതിന് പകരം നമുക്ക് ഇത് എഴുതാൻ പറ്റും കണ്ടോ. ഇതിവിടെ എഴുതിയാൽ പോരെ, ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ട് എഴുതിയാൽ പോരെ, ഇത്രയും ടേം എഴുതുന്നതിന് പകരം. അപ്പോൾ നമ്മൾ ഇത്രയും ടേം എഴുതുന്നതിന് പകരം 3 റേസ് ടു കെ -1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇവിടെ ബാക്കിയുള്ളത് എന്താ 3 റേസ് ടു, ഇതിനൊന്ന് തുറന്നോ, നിങ്ങൾ ബ്രാക്കറ്റ് തുറന്നോ, 3 റേസ് ടു കെ +1 -1 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 3 റേസ് ടു കെ എന്ന് കിട്ടും അല്ലേ. ഇവിടെ +1ഉം -1ഉം ക്യാൻസൽ ആയിപ്പോയി, നമുക്ക് 3 റേസ് ടു കെ കിട്ടും. ഓക്കെ, ഇസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റിന് അപ്പുറത്ത് എന്താ ഉള്ളത്, ഈ സംഭവം 3 റേസ് ടു കെ +1 -1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഇനി ഒന്നുമില്ല, ഇവിടെ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, ഇവിടെ എങ്ങനെയെങ്കിലും ഹോൾ ഡിവൈഡ് ബൈ 2 ആക്കണം. നിങ്ങൾക്ക് ഒന്നുമില്ല, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്താൽ മതി. സോ ഏറ്റവും എളുപ്പം ഇതിനെ ഇതാക്കണമെന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
3 raised to k minus 1 divided by 2. ഓക്കെ, ഇവിടെ LCM കാണാം. പ്ലസ് ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ 2 ഇൻറ്റു 3 raised to k. ഓക്കെ, 2 ഇൻറ്റു 3 raised to k ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ ഇങ്ങോട്ട് ആക്കണം, അത്രേ ഉള്ളൂ പരിപാടി. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ 3 raised to k ഉണ്ട്, ഇവിടെ 3 raised to k ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഞാൻ റീഅറേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. 3 raised to k പ്ലസ് 2 ഇൻറ്റു 3 raised to k മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇത് ഒരുമിച്ച് എഴുതിയിട്ട് ഈ മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ എന്താ സംഭവിക്കുക? എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ 3 raised to k ഈ 3 raised to k പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടും? 3 raised to k ഇൻറ്റു എന്ത് സംഭവിക്കും? 1 + 1 1 + 2. 3 raised to k ഇൻറ്റു 1 + 2. ഓക്കെ, മൈനസ് 1 ഇല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? അത് സംശയമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ്, ഈ 3 raised to k ഇൻറ്റു 1 + 2 എന്ന് വെച്ചാൽ എന്താ? 3 അല്ലേ, മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 3 raised to k ഇൻറ്റു 3 മൈനസ് 1 ഡിവൈഡ് ബൈ 2 കിട്ടി. അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, ഈ 3 എന്ന് വെച്ചാൽ 3 raised to 1 അല്ലേ എൻ്റെ അർത്ഥം, മേലെ 1 ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് എന്ത് ഫോർമുല യൂസ് ചെയ്യാം? a raised to m ഇൻറ്റു a raised to n എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാം. അതായത് a raised to m പ്ലസ് n ഉണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 raised to k പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ എന്തുണ്ടായിരുന്നു? ഇതല്ല നമ്മുടെ RHS, ഇതാണ് നമ്മളുടെ LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. കണ്ടോ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പ്രൂവ് ആയില്ലേ? സെയിം ആയി കിട്ടിയില്ലേ? ഇത്രയുള്ള പരിപാടി. എന്നിട്ട് പറയാം നമ്മളെന്താ, LHS is equal to RHS ആണെന്ന് പറയാം. P of k plus 1 is true എപ്പോൾ? when P of k is true. Therefore, by principle of mathematical induction, P of n is true for all എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർ ആണോ എല്ലാവർക്കും? തെറ്റിക്കരുത്. ഒറ്റ പ്രോബ്ലം മര്യാദയ്ക്ക് പഠിച്ചാൽ മതി, ഒറ്റ പ്രോബ്ലം, ബാക്കി എല്ലാം ഒരേപോലെയാണ്. കോൺസെപ്റ്റ് മനസ്സിലായോ? അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടുതലാവുണ്ടാവും. പറയൂ കുട്ടികളെ, മനസ്സിലായോ? ഓക്കെ, നിങ്ങളിപ്പോൾ എഴുതിയെടുക്കണ്ട കേട്ടോ. അത് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എഴുതിയെടുത്താൽ മതി, വെറുതെ സമയം കളയണ്ട. ഓക്കെ, ഇനി PDF ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. നിങ്ങൾ റഫായിട്ട് ചെയ്തോട്ടെ വേണമെങ്കിൽ, ഒരു പെന്നും പേപ്പർ എടുത്ത് റഫായിട്ട് ചെയ്ത് നോക്കുക വേണമെങ്കിൽ, പെട്ടെന്ന്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 1³ + 2³ + 3³ അപ് ടു n³ വരെ തന്നിട്ടുണ്ട്. നമുക്ക് n × n + 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ, ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം നമ്മൾ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ P of n എടുത്തെഴുതാം. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അത് കഴിഞ്ഞിട്ട് P of 1 പ്രൂവ് ചെയ്യാം. P of 1 എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് ടേം എടുത്തെഴുതാം ഇവിടുന്ന്, അതായത് 1³ is equal to ഇപ്പുറത്ത് 1 × 1 + 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. അതായത് 1³ എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടിയാൽ? 1³ എന്ന് വെച്ചാൽ 1 അല്ലേ, is equal to 2/2 ഹോൾ സ്ക്വയർ. അതായത് 1 is equal to 1, 2/2 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS is equal to RHS എന്ന് കിട്ടി. അതായത് P of n is true when n is equal to 1. അതായത് P of n ട്രൂ ആണ് when n is equal to 1. P of n ൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? നമ്മൾ assume ചെയ്യാണ്. assume that P of k ട്രൂ ആണ്. P of k ട്രൂ ആണെന്ന് assume ചെയ്തു നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അതായത് 1 അതായത് 1³ + 2³ + 3³ + എക്സെട്ര അപ് ടു ഈ n³ പകരം k
കെ ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മളുടെ പി ഓഫ് കെ ഇസ് ഈക്വൽ ടു ഇപ്പുറത്തും എന്നിന് പകരം ഒക്കെ കെ ഇട്ട് കൊടുക്കാം. കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. പി ഓഫ് കെ പരിപാടി കഴിഞ്ഞു. അടുത്തത് എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് പി ഓഫ് കെ ഇസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് നമുക്ക് ഷോ ചെയ്യണം. പി ഓഫ് കെ ട്രൂ ആണെന്ന് ഷോ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം പി ഓഫ് കെ പ്ലസ് 1 എടുത്ത് എഴുതാം. പി ഓഫ് കെ പ്ലസ് 1 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ എടുത്ത് എഴുതാം. അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു കെ ക്യൂബ് പ്ലസ് അടുത്തത് എന്ത് വരും? കെ കഴിഞ്ഞിട്ട് വരുന്ന ടൈം, അതായത് ഈ കെക്ക് പകരം കെ പ്ലസ് 1 പിന്നെ ഈ ക്യൂബ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഇപ്പുറത്തും ഈ കെക്ക് പകരം ഒക്കെ കെ ക്യൂബ് ഇട്ട് കൊടുക്കാം. കെ ക്യൂബ് അല്ല, കെ പ്ലസ് 1. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, ബ്രാക്കറ്റ് തെറ്റിക്കാണ്ട് ഇടണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവും. ബ്രാക്കറ്റ് തുറക്കുമ്പോൾ എല്ലാ ബ്രാക്കറ്റും ഇടണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സ്റ്റെപ്പ് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ടേം അല്ലേ? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് അപ് ടു കെ ക്യൂബ് വരെ നമുക്ക് എന്ത് എഴുതാം? ഇതെടുത്ത് അങ്ങോട്ട് എഴുതാം. അതായത് പി ഓഫ് കെ പ്ലസ് 1 എന്താണെന്ന് ചോദിച്ചാൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് അപ് ടു കെ ക്യൂബ് വരെ നമുക്ക് ഡയറക്റ്റ്ലി കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റും. ഇനി എന്താ ഉള്ളത്? പ്ലസ് ഈ പ്ലസ്. ഓക്കെ, ഈ പ്ലസ് ആണ് ഈ പ്ലസ്. പ്ലസ് ഇവിടെ കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് കിടക്കുന്ന ടൈം, അതായത് കെ പ്ലസ് 1 ഇൻറ്റു ഇതിനൊന്ന് തുറന്നോ ബ്രാക്കറ്റ്. ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് വെച്ചാൽ നമുക്ക് കെ പ്ലസ് 2 കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്കിനി ഈ ടേമിനെ ഈ എൽ എച്ച് എസ്, ഇത് നിങ്ങളുടെ ആർ എച്ച് എസ്, ഇതെങ്ങനെയെങ്കിലും എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആക്കണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൽ എച്ച് എസ് എടുത്തിട്ട് സോൾവ് ചെയ്യുക. ആദ്യം എൽ എച്ച് എസ് എടുക്കുക. എൽ എച്ച് എസ് എടുക്കുക എന്ന് വെച്ചാൽ ഈ ടൈം എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് സോൾവ് ചെയ്യുക താഴത്തേക്ക്. നോക്കിയിട്ട് സോൾവ് ചെയ്തത് കെ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ ഓരോന്നിനും ഞാൻ സ്ക്വയർ ഉള്ളിലേക്ക് കൊടുത്തു. കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ഈ 2ന് ഞാൻ എൽ സി എം കണ്ടുവിടെ. ഓക്കെ, ഇവിടെ 2 അല്ല, ആക്ച്വലി 2 സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 4. ഈ 2 സ്ക്വയർ ആണ് കേട്ടോ 4 ഇസ് ഈക്വൽ ടു എന്താ പറയുക? ഇനി നിങ്ങൾ ഇതിനെ ഓരോന്നിനും എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നോക്കിയേ, ഇവിടെ ഒരു കെ പ്ലസ് 1 എടുക്കുന്നില്ലേ? ഇവിടെയും കെ പ്ലസ് 1 ഉണ്ട്, ഇവിടെയും കെ പ്ലസ് 1 ഉണ്ട്. ഈ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണോ? ഇവിടെ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെയും കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ ഒരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുക. ഈ ഹോൾ സ്ക്വയറിന് ഇവിടെ നിന്ന് ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു, ഓക്കെ, ഇവിടെ ബാക്കി ആരുള്ള കെ സ്ക്വയർ ഉണ്ട്. പിന്നെ ഇവിടെ ബാക്കിയൊന്നുമില്ലല്ലോ, പ്ലസ് അല്ലേ ഉള്ളൂ. ഇനി പ്ലസ് ഇവിടെ എന്താ ബാക്കിയുള്ളത്? 4 ഇൻറ്റു കെ പ്ലസ് 1 അല്ലേ? നമ്മളിവിടെ നിന്ന് ക്യൂബല്ല പുറത്തെടുത്തേ, ബാക്കി ക്യൂബിൽ നിന്ന് സ്ക്വയറാണ് പുറത്തെടുത്തത്. ബാക്കി ഒരു 1 ഉണ്ട്, അതുകൊണ്ട് കെ പ്ലസ് 1 ഹോൾ റേസ്റ്റ് 1 ബാക്കിയിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ 4. അതായത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? അതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 4നെ. 4k പ്ലസ് 4, ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 4 കിട്ടി. ഇനി ഒന്നുമില്ല, നിങ്ങളിതിനെ ഇത് കാണാം, എന്താ പറയുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഇതിനെ സോൾവ് ചെയ്യാം. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ സ്വയം സോൾവ് ചെയ്തോ. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ കിട്ടും, ഹോൾ ഡിവൈഡഡ് ബൈ 4 കിട്ടും. ഇപ്പോൾ എല്ലാം ഓക്കെ ഇല്ലേ? ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്. ഇതിന് എനിക്കിങ്ങനെ എഴുതാം, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ? ഈ സ്ക്വയറിന് ഇങ്ങോട്ട് കൊടുക്കുക, ഈ സ്ക്വയറിന് ഇങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് കൊടുക്കുക, അത് 4 ആയി. ഇതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള
RHS. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കിട്ടി LHS is equal to RHS. അടിപൊളി. ക്ലാസ് കട്ടായില്ല ഇതിൻ്റെ ഇടയിൽ. സ്ഥലത്തൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇത് തീരുവാണ്, ഇപ്പോൾ തീരും. ചെറിയ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 2 പ്രോബ്ലം കൂടി ഉള്ളൂ. ഞാൻ 3 കൂടി ഉണ്ട്. ഓക്കെ, ഞാനത് കംപ്ലീറ്റ്ലി ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോട്ടോ. ഞാൻ സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. നിങ്ങൾക്ക് 1 into 2, 2 into 3 plus etc. up to n into n plus 1 is equal to n into n plus 1 into n plus 2 whole divided by 3. ഇതെങ്ങനെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൂവ് ദാറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് ചെയ്യുക, പി ഓഫ് എൻ എടുത്ത് എഴുതാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്നിന് 1 കൊടുക്കുക, എന്നിട്ട് പി ഓഫ് 1 ആണോ എന്ന് പ്രൂവ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 1 into 2 അല്ലേ, നിങ്ങൾക്ക് 2 is equal to 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇത് പ്രൂവ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പി ഓഫ് 1 ട്രൂ ആയി കിട്ടി. അടുത്ത സ്റ്റെപ്പ് പി ഓഫ് കെ ട്രൂ ആണെന്ന് എസ്യൂം ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ എസ്യൂം ചെയ്തു. എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ കെ ഇട്ട് കൊടുത്തു. ഇവിടെയൊക്കെ കെ ഇട്ട് കൊടുത്തു. ഇവിടെ കെ, ഇവിടെ കെ, ഇവിടെ കെ, ഇവിടെ കെ, എല്ലാവർക്കും കെ ഇട്ട് കൊടുത്തു. അപ്പോൾ പി ഓഫ് കെ ഓക്കെ എസ്യൂം ആയി നമുക്ക്. അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടത്? പി ഓഫ് കെ നമുക്ക് ഷോ ചെയ്യണം. ഷോ ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെയുള്ള വാല്യൂ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. 1 into 2 into ഉണ്ടോ, ഇവിടം വരെ നമ്മൾ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ കെ ഉള്ളിടത്തൊക്കെ കെ പ്ലസ് 1 ഇട്ട് കൊടുക്കുക. ഈ കെ ഉള്ളിടത്ത് കെ പ്ലസ് 1 ഇട്ട് കൊടുക്കുക. ഉണ്ടോ, ഈ കെക്ക് പകരം കെ പ്ലസ് 1 ഇട്ട് കൊടുത്തു. ഈ കെക്ക് പകരവും ഞാനിവിടെ കെ പ്ലസ് 1 ഇട്ട് കൊടുത്തു. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെയും ഈ കെ ഉള്ളിടത്തൊക്കെ കെ പ്ലസ് 1 ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇവിടെയും കെ പ്ലസ് 1, ഇവിടെയും കെ പ്ലസ് 1, ഇവിടെയും കെ പ്ലസ് 1. ഒന്നുമില്ല, ഇവിടം വരെ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇവിടെ നിന്നിട്ട് ഇവിടം വരെയുള്ള ഈ വാല്യൂവിന് പകരം നിങ്ങൾക്ക് ഈ വാല്യൂ എടുത്ത് എഴുതാം. ഓക്കെ, സോ ഞാനത് ഇവിടെ എഴുതി. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇതിന് പകരം. പിന്നെ ബാക്കി ഇതിനെ കെ പ്ലസ് 1 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഈ കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് വെച്ചാൽ
കെ പ്ലസ് 2i. ഈ 1 ഉം 1 ഉം ആഡ് ആയിട്ട് ഇത് 2i. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എന്ന് കിട്ടി. ഇപ്പുറത്തും ഇതുപോലെ ഈ കെ പ്ലസ് 1 എടുത്ത് എഴുതി, ഈ കെ പ്ലസ് 1 എടുത്ത് എഴുതി. ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 1 അത് കെ പ്ലസ് 2 ആയി. ഇവിടെ കെ പ്ലസ് 1 പ്ലസ് 2 കെ പ്ലസ് 3 ആയി. ഹോൾ ഡിവൈഡഡ് ബൈ 3 അത് അങ്ങനത്തെ എടുത്ത് എഴുതി. ഇനി ഇത് നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ സംഭവമാണെന്ന് പ്രൂവ് ചെയ്യണം. LHS is equal to RHS എങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അവസാനം എന്താ പറയുക, ഇങ്ങനെ എഴുതി വയ്ക്കുക. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഹോൾ ഡിവൈഡഡ് ബൈ 3. എന്നിട്ട് എഴുതി വയ്ക്കുക LHS is equal to RHS. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയെങ്കിലുമൊക്കെ ചെറുതാക്കുക. അതായത് എന്ത് ചെയ്യുക, ഈ 3നെ LCM കണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 വന്നു. പിന്നെ ഇവിടെ നോക്കി ഇവിടെ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2, ഇവിടെ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 കോമൺ ആണ് അല്ലേ? ഇതും കോമൺ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇതിനെ പുറത്തേക്ക് എടുത്തു. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു. പിന്നെ ബ്രാക്കറ്റിനകത്ത് ബാക്കി ആരുള്ള ഇവിടെ ഒരു കെ ബാക്കിയുണ്ട്. ആ കെ എടുത്തോട്ട് എഴുതി. ഇവിടെ ബാക്കി ഒരു പ്ലസ് ഉണ്ട്, അതെടുത്തോട്ട് എഴുതി. പിന്നെ ഇവിടെ ബാക്കി ആകെ ഒരു 3 ഉള്ളൂ, അതും എടുത്തോട്ട് എഴുതി. ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ എനിക്ക് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 എന്ന് കിട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇതെല്ലാം എനിക്കിവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. പ്രൂവ്ഡായി. അതായത് LHS is equal to RHS. എന്നിട്ട് എന്ത് ചെയ്യുക, അവസാനം ആ ലാസ്റ്റ് ലൈൻ എടുത്ത് എഴുതാം. P of k plus 1 ട്രൂ ആണ്. Therefore, hence by principle of mathematical induction, P of k plus 1 is true for all natural numbers. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ വേഗം ഓടിച്ച് നോക്കിക്കോട്ടെ നിങ്ങൾ. 1/2 1/8 എക്സെട്ര അപ് ടു 1/2 raised to n is equal to 1 minus 1/2 raised to n. ഇത് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, P of n എടുത്ത് എഴുതാം. എന്നിട്ട് ജസ്റ്റ് P of n എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യന് പകരം നമ്മൾ P of n എന്നിട്ട് എഴുതാം. P of n such that 1/2 plus 1/4 എക്സെട്ര അപ് ടു 2 അതാണ് എടുത്ത് എഴുതാം. ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ വാല്യൂ എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് P of n കിട്ടി. P of 1 പ്രൂവ് ചെയ്യാം. ഫസ്റ്റത്തെ ടേം എടുത്ത് എഴുതാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/2 is equal to 1/2 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ P of 1 പ്രൂവ് ആയി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, എസ്യൂം ചെയ്തു. നമ്മൾ എസ്യൂം ദാറ്റ് P of k ട്രൂ ആണെന്ന്. P of k ട്രൂ ആണെന്ന് എങ്ങനെ എസ്യൂം ചെയ്യാം, ഇവിടെ നിന്ന് തൊട്ടിട്ട് എല്ലാ ടേമും എടുത്ത് എഴുതുക. ഈ എന്നിന് പകരം k ഇട്ട് കൊടുക്കുക. ഇവിടെയും എന്നിന് പകരം k ഇട്ട് കൊടുക്കുക. ഉണ്ടാവും 1/2 raised to k ഈക്വൽ ടു 1 minus 1/2 raised to k. അപ്പോൾ നമുക്ക് P of kയും എസ്യൂമായി കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, P of k plus 1 എന്ന് പറഞ്ഞ ടേം നമുക്ക് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഷോ ദാറ്റ് P of k plus 1 ഈസ് ട്രൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള വാല്യൂ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അതായത് ഇങ്ങനെ ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള വാല്യൂ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഈ കെ ഉള്ളടുത്ത് k plus 1 കൊടുക്കുക. പ്ലസ് 1/2 raised to ഈ കെക്ക് പകരം k plus 1 കൊടുത്തു. k plus 1 is equal to 1 minus 1/2 raised to kക്ക് പകരം ഇവിടെയും k plus 1 കൊടുത്തു. ഓക്കെ, ഇനിയൊന്നുമില്ല. ഇതെങ്ങനെയെങ്കിലും പ്രൂവ് ചെയ്യണം. ഇതെന്ന് പ്രൂവ് ചെയ്യണം. ഈ സ്റ്റെപ്പ് മാർക്കരുത്. ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് എഴുതി. ഈ സാധനം ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 1 minus 1/2 raised to k അതോടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ബാക്കിയുള്ളത് ഈ ടേമാണ്, അതും ഇവിടെ എഴുതി. ഇസ് ഈക്വൽ ടു 1 minus 1/2 raised to k plus 1. ഓക്കെ, ഇനി ഇതിനെങ്ങനെയെങ്കിലും ഇതിലേക്ക് ആക്കണം നമ്മൾ. സോ ഈ സ്റ്റെപ്പ് നമുക്ക് ഓക്കെ എന്താ പറയുക, ഓക്കെ ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ ഞാൻ ഇവിടെ ചെയ്തു തരാം. 1 minus 1/2 raised to k plus 1/2 raised to k plus 1 is equal to 1 minus 1/2 raised to k plus 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒന്ന് നോക്കിക്കേ. ഇത് രണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ല. ഇത് 2 raised to kയും 2 raised to k plus 1 ആണ്. നമുക്കിതിൻ്റെ ഡിനോമിനേറ്റർ എങ്ങനെയെങ്കിലും സെയിം ആക്കിയിട്ട് k plus 1 ആക്കണം, കാരണം ഇപ്പുറത്ത് 2 raised to k plus 1 ഒക്കെ എടുക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 minus 1/2 raised to k plus 1 ആക്കണം. അതാണ് നമ്മൾ ഇൻറ്റൻഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മേലെയും താഴെയും
ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മേലെയും താഴെയും ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? 2 ഇൻറ്റു 2 റേസ് ടു കെ പ്ലസ് 1/2 റേസ് ടു കെ പ്ലസ് 1. ഒന്നുമില്ല, മേലെയും താഴെയും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിക്കുക? 1 മൈനസ് 2/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 റേസ് ടു 1 അല്ലേ എൻ്റെ പവർ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തൂടെ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം 2 റേസ് ടു കെ പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ എഴുതാൻ പറ്റും? പ്ലസ് 1/2 റേസ് ടു കെ പ്ലസ് 1. ഇപ്പോൾ ഡിനോമിനേറ്റർ കോമൺ ആയില്ലേ? 2 റേസ് ടു കെ പ്ലസ് 1, ഇവിടെ 2 റേസ് ടു കെ പ്ലസ് 1. നിങ്ങൾക്ക് ഇതിനെ കോമൺ ആയിട്ട് എടുക്കാം. അതായത് 1 മൈനസ്, ഇവിടെ -2 + 1 ആണ് അല്ലേ? -2 + 1 ഡിവൈഡഡ് ബൈ 2 റേസ് ടു കെ പ്ലസ് 1 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് 1/2 റേസ് ടു കെ പ്ലസ് 1. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? LHS ഇസ് ഈക്വൽ ടു RHS. പിന്നെ നമ്മളുടെ അവസാനത്തെ ലൈൻ എടുത്ത് എഴുതാം. ക്ലിയർ അല്ലേ? ഇത് ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാടാ? പറ. 1 മൈനസ് 2 പ്ലസ് 1. ഇതാണോ? ഓക്കെ, ഇതൊന്നും ചെയ്തില്ല. ഞാനിവിടെ മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തടാ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. അടുത്തൊന്നുമില്ല. ഈ 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 റേസ് ടു 1 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അതായത് 2 റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 റേസ് ടു കെ പ്ലസ് 1 എഴുതാൻ പറ്റും. ഈ മേളത്തെ സംഭവം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കിതിന് പകരം 2 റേസ് ടു കെ പ്ലസ് 1 കിട്ടി. ഇവിടെയും പ്ലസ് 1/2 റേസ് ടു കെ പ്ലസ് 1 എടുക്കുന്നുണ്ട്. ഇവിടെ ഡിനോമിനേറ്റർ കോമൺ ആയില്ലേ? നമ്മളെന്താ പറയുക? 1/2 പ്ലസ് 3/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4/2 എന്ന് എഴുതില്ലേ? അതുപോലെ ഞാനത് ആഡ് ചെയ്തു. ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആയതുകൊണ്ട് ഞാൻ മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് -2 + 1 -1 കിട്ടി. ഓക്കെ, ഇത് കൂടി നോക്കി നോക്കൂ കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് AR² up to AR raised to n minus 1 is equal to A into R raised to n minus 1 whole divided by R minus 1. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കാം. പ്രൂവ് ദാറ്റ്. എല്ലാം ഒറ്റ സ്റ്റെപ്പാണ്, ഒറ്റ വ്യത്യാസമില്ല കേട്ടോ. ഒറ്റ സ്റ്റെപ്പാണ് എല്ലാത്തിനും. ഫസ്റ്റ് P of n എടുത്ത് എഴുതാം. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. സെക്കൻഡ് സ്റ്റെപ്പ് ലെറ്റ് n is equal to 1. n-ന് 1 കൊടുക്കുക. അപ്പോൾ ഈ P of 1 ആയി. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം A is equal to A എന്ന് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് P of k എടുക്കുക. P of k is equal to A into AR plus AR² plus etc. up to A into R raised to k minus 1. ഇത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അതായത് ഈ n-ന് പകരം k ഇട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഈ n-ന് പകരം k ഇട്ട് കൊടുക്കുക. ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ A into R raised to k minus 1 divided by 1. നമുക്ക് P of k-യും കിട്ടി. P of k-യും കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണം? നമ്മൾ P of k plus 1 എടുക്കണം. ഓക്കെ, k plus 1 എടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ടൈം അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ടൈം അങ്ങനെ തന്നെ എടുത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? A into R raised to, ഈ k-ക്ക് പകരം k plus 1 ഇട്ട് കൊടുക്കുക. കണ്ടോ? ഈ k-ക്ക് പകരം k plus 1 ഇട്ട് കൊടുത്തു. k plus 1 minus 1 is equal to, ഇപ്പുറത്തും ഈ k-ക്ക് പകരം k plus 1 ഇട്ട് കൊടുത്തു. A into R raised to k plus 1 minus 1 divided by R minus 1. പരിപാടി കഴിഞ്ഞു. ഇതെങ്ങനെയെങ്കിലും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയുള്ള ടൈമിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ സംഭവം എടുത്ത് എഴുതാം. ഓക്കെ, അതെടുത്ത് എഴുതി. A into R raised to k minus 1 അതങ്ങനെ തന്നെ എടുത്തിട്ട് ഇവിടെ എഴുതി. പിന്നെ ഇവിടെ ബാക്കിയുള്ള ഈ ടൈം അതും ഇവിടെ എടുത്ത് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. k plus 1 minus 1, ഈ +1ഉം -1ഉം കട്ട് ചെയ്ത് പോയി. നമുക്ക് ബാക്കി A into R raised to k എന്ന് കിട്ടി. ഇതും നമുക്ക് ഇതേപോലെ തന്നെ A into R raised to k. ഇതൊക്കെ പ്രൂവ് ചെയ്യാനുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, നോക്കി ഇതിൻ്റെ താഴെ R minus 1 ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് R minus 1 ഡിനോമിനേറ്ററിൽ വരുത്തണം.
അപ്പോൾ ഞാൻ ഈ ആർ മൈനസ് വൺ കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ. ഓക്കെ, ഇത് സ്റ്റെപ്പ് ചെയ്യണം, ഞാൻ ചെയ്യാം. a ഇൻറ്റു ആർ റേസ് ടു കെ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ പ്ലസ് എ ഇൻറ്റു ആർ റേസ് ടു കെ. ഓക്കെ, ഇത് ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ ഇൻറ്റു ആർ റേസ് ടു കെ മൈനസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇവിടെ പ്ലസ് ഈ ആർ മൈനസ് വൺ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തായി ആർ മൈനസ് വൺ ഇൻറ്റു എ ഇൻറ്റു ആർ റേസ് ടു കെ ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ കിട്ടി. അടുത്തത് എന്താ, നമുക്ക് എങ്ങനെ എത്തിക്കേണ്ടതെന്ന് എപ്പോഴും ആലോചിച്ച് നോക്കണം കേട്ടോ. നമുക്കിവിടെ താഴെ ആർ മൈനസ് വൺ കിട്ടി, ഇവിടെ ആർ മൈനസ് വൺ കിട്ടി, ഇവിടെ പുറത്ത് ഒരു ഏക എടുക്കുന്നുണ്ട് കേട്ടോ, പുറത്തൊരു ഏക എടുക്കുന്നുണ്ട്. നമുക്കൊരു ഏനെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ നോക്കി ഇവിടെ പ്ലസ് എടുക്കുന്നുണ്ട്, മെയിൻലി ഒരു പ്ലസ് എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു ഏക എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു ഏക എടുക്കുന്നുണ്ട്. ഇതിന് രണ്ടിനും കൊണ്ട് പുറത്തേക്ക് എടുക്കാം. എ ഇൻറ്റു, ഓക്കെ, ഇവിടെ ബാക്കി ആരോ ഉള്ളത് ആർ റേസ് ടു കെ മൈനസ് വൺ, പിന്നെ ഈ പ്ലസ് ഉണ്ട്, പ്ലസ് ഇവിടെ ആരോ ഉള്ള ബാക്കി ആർ മൈനസ് വൺ ഉണ്ട്, പിന്നെ ഇവിടെ ആരോ ഉള്ള ബാക്കി ആർ റേസ് ടു കെ ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇതിനെ മെയിൻ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. അടുത്തെന്താ ചെയ്യുന്നത് നമ്മൾ, ഈ ആർ റേസ് ടു കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇൻറ്റു ഈ ബ്രാക്കറ്റ് തുറന്നോ നിങ്ങൾ, ആർ റേസ് ടു കെ മൈനസ് വൺ പ്ലസ് ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ രണ്ട് സ്ഥലത്തേക്ക്. അപ്പോൾ ആർ റേസ് ടു കെ ഇൻറ്റു ആർ മൈനസ് ആർ റേസ് ടു കെ, ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ഇവിടെ നോക്കിയേ, ഇവിടെ ആർ റേസ് ടു കെ പ്ലസ് ആണ്, ഇവിടെ ആർ റേസ് ടു കെ മൈനസ് ആണ്. ഇതെന്തായിരിക്കും, ആർ റേസ് ടു കെ പ്ലസ് വൺ ആവില്ല ഇത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആർ റേസ് ടു കെ പ്ലസ് വൺ പിന്നെ ഈ മൈനസ് വണ്ണും ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്, ദേ ഇത് രണ്ടും പ്രൂവായി. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ക്ലിയർ അല്ല നിങ്ങൾക്ക് ഇത് ചാപ്റ്റർ? ഇതിന് എന്തോ എന്നാലും എഴുതാൻ പറ്റണം. ഈ ഒരു ടൈപ്പിലുള്ള പ്രോബ്ലം മാത്രമേ ചോദിക്കുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, തെറ്റില്ലത്. കാരണം ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ആൻസർ അറിയാം, അതാണ് എൻ്റെ പ്രത്യേകത. ബാക്കി എല്ലാത്തിനും നമുക്ക് ആൻസർ അറിയില്ല. ആൻസർ നമുക്ക് ആദ്യമേ കിട്ടി ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ആൻസർ ഇവിടെ ഓൾറെഡി കിട്ടി. ഇതിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനെങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്തിട്ട് അവസാനം കണ്ടോ നിങ്ങൾക്ക് ഇതിലേക്കല്ലേ എത്തിക്കേണ്ടത്. എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എഴുതി വയ്ക്കുക, എന്നിട്ട് അവസാനം ഇതിങ്ങനെ എഴുതി വയ്ക്കുക, എ ഇൻറ്റു ആർ ഇസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ഹോൾ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു ഇത് തന്നെയാണെന്ന് എഴുതി വയ്ക്കുക, മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. എന്നിട്ട് പറയാം എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ്. എങ്ങനെ കിട്ടിയെന്നൊക്കെ മേലെ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് അവസാനം ഇത് ഈക്വൽ ആണെന്ന് പറയാം, എൽ എച്ച് എസ് ഇസ് ഈക്വൽ ആർ എച്ച് എസ് ദെയർ ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇത് പ്രൂവ് ചെയ്തു നിങ്ങൾ. ഓക്കെ, അങ്ങനെ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറം ഒന്നും ചോദിക്കില്ല. നിങ്ങൾ ഇതങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. ഒറ്റവട്ടം ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒറ്റവട്ടം ചെയ്ത് വെക്കുക ഒരു പേപ്പർ എടുത്തിട്ട്. എന്നിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ചെറുതായിട്ടൊരു നോട്ട് എഴുതി വയ്ക്കുക. പരിപാടി കഴിഞ്ഞു, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയൊരു ചെറിയൊരു ചാപ്റ്റർ കൂടി ഉണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത്, കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇന്നെടുക്കണ്ട, ഇന്നെടുത്ത് നമുക്ക് എല്ലാം കൂടി കൂടും. ഇതും ചെറിയതാണ് കണ്ടോ, ഇത്ര പഠിച്ചാൽ മതി. ഈ 2 പേജ് പഠിച്ചാൽ കോംപ്ലക്സ് നമ്പർ തീരും നിങ്ങളുടെ. ഇത്രേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി. സോ ഇത് നമുക്ക് നാളെ എങ്ങനെ എടുക്കാം, നാളെ അല്ലെങ്കിൽ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മൺഡേ മോർണിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇത് ചെയ്ത് അങ്ങനെ തന്നെ പോയി ചെയ്ത് ഒറ്റവട്ടം പഠിച്ചോ. ബാക്കി നമുക്ക് മൺഡേയോ അല്ലെങ്കിൽ നാളെ കാണാം. ഓക്കെ, എല്ലാവരും ഇരുന്ന് പഠിക്കും. ഓക്കെ, okay, bye.